ഇന്ദ്രിയം? പഞ്ചേന്ദ്രിയം. പഞ്ചേന്ദ്രിയം. അതെന്താന്ന് ചോദിച്ചത്? പഞ്ചേന്ദ്രിയം കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. പ്രപഞ്ചത്തെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയം. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ഒരെണ്ണം കൂടിയുണ്ട്. ചെവി. കേൾക്കല്, ശ്രവണം. ശരി. അപ്പൊ ഏകദേശം നമുക്ക് ഇന്ദ്രിയങ്ങളെ പറ്റി നമുക്കറിയാം. ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് എടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ശിവജ്ഞാനവേദി എന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, ഏറെ നാളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ ഈ ഇടയ്ക്ക് അതിനൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ഏതാണ്ട് 2000-നടുത്ത ആൾക്കാർ നിലവിൽ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പൗരാണികമായ സനാതന ധർമ്മത്തിന്റെ വിവിധ കാര്യങ്ങളെ പറ്റി പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഗ്രൂപ്പിലാണ് നമ്മൾ മെസ്സേജ് കൊടുത്തത്. 100ഓളം പേര് ഇപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മീറ്റില്. അപ്പൊ അത് നമുക്കറിയാമല്ലോ, ഭാരതം എന്ന് പറയുന്നത് വളരെ പൗരാണികമായൊരു രാഷ്ട്രമാണ്. നമ്മളുടെ ഭാരതമാത എന്നുള്ളൊരു സങ്കല്പം നോക്കുന്നുണ്ട്, അല്ലെ? അമ്മയാണ് നമ്മളുടെ ഭാരതം എന്ന് പറയാറുണ്ട്. പൗരാണികമായിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളിൽ, ബൃഹസ്പതി ആഗമം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതക്ഷതേ. എന്ന് വെച്ചാൽ എന്താ? ഹിമാലയം മുതൽ ഹിന്ദു മഹാസാഗരം, ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ദേവനിർമ്മിതമായ, ഈശ്വരൻ കളിയാടുന്ന, ഈശ്വരാനുഗ്രഹമുള്ള ഒരു നാടാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. ഈ ഭാരതത്തിൽ ജനിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. ഇപ്പോ പൂന്താനമൊക്കെ പാടിയിട്ടുണ്ട്, അല്ലെ? ജ്ഞാനപ്പാനയിൽ ഇവിടെ ഒരു പുല്ലായിട്ടെങ്കിലും പിറന്നാൽ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണെന്ന് പറയും. അപ്പൊ നമ്മളെല്ലാവരും പുണ്യവാന്മാരും പുണ്യവതികളുമാണ്. ഭാരതം കർമ്മഭൂമിയാണ്, അല്ലെ? ഭാരതം ജന്മഭൂമിയാണ്, കർമ്മഭൂമിയാണ്, മോക്ഷഭൂമിയാണെന്ന് പറയും. ജന്മഭൂമി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ജനിച്ചത് ഭാരതത്തിലാണ്. കർമ്മഭൂമി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് ഈ ഭാരതത്തിലാണ്. മോക്ഷഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഭൗതികമായ എല്ലാ അഭിവൃദ്ധികളും നൽകി ആത്യന്തികമായ പരമേശ്വര സാക്ഷാത്കാരത്തിലേക്ക്, ശിവബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും ഈ രാഷ്ട്രമാണ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഭാരതദേശത്ത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഭൂമിക്ക് മറ്റൊരു പേരുണ്ട്, ആർഷഭാരതം. ആർഷഭാരതം എന്ന് വെച്ചാൽ എന്താ? ഋഷിമാരുടെ ഭാരതമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇവിടെ മഹത്തായ ഋഷികൾ, മുനിവര്യന്മാർ, യോഗിവര്യന്മാർ, താപസവര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നമ്മളുടെ ജന്മഭൂമിയാണ് ഭാരതം, നമ്മുടെ കർമ്മഭൂമിയാണ് ഭാരതം, നമ്മുടെ മോക്ഷഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ജന്മം എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് പറയുക. അപ്പൊ നമ്മളെല്ലാവരും പുണ്യവാന്മാരും പുണ്യവതികളുമാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്, നേരിട്ട് വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അതീന്ദ്രിയ ജ്ഞാനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതീന്ദ്രിയ ജ്ഞാനം സത്യമാണോ മിഥ്യയാണോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വിഷയം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ശിവജ്ഞാനവേദി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ധാരാളം പേര് ഇപ്പോ ഈ ഇടയ്ക്ക് ഒരു ഈ മാസം 5-ാം തീയതി, അല്ലെ, വളരെ വലിയ ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ഒരു പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ പേര്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാനിലൊക്കെ വലിയ ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഉണ്ടാവുമെന്ന് പ്രവചിച്ച അല്ലെ? അപ്പൊ ഈ ഒരു ഇഷ്യൂ എന്നപ്പോ ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാർ യഥാർത്ഥത്തിൽ ഇത് ഉള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ പറ്റുമോ? പല കാര്യങ്ങളെ പറ്റി ചിലർ ചോദിക്കുന്നുണ്ട്. എന്താണ് ടെലിപ്പതി എന്ന് പറയുന്നത്? എന്താണ് ESP എന്ന് പറയുന്നത്? എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്? എന്താണ്? ഇതുള്ളതാണോ? ഇതില്ലാത്തതാണോ? ഇതിനെപ്പറ്റി നമ്മളുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ടോ? നമ്മുടെ ഗുരുക്കന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിൽ അതീന്ദ്രിയ ജ്ഞാനമുള്ളവർ ഇന്ന് ലോകത്തുണ്ടോ? ഭാരതത്തിൽ ഉണ്ടായിരുന്നോ? ഇത് മിഥ്യയാണോ? ഇത് സത്യമാണോ? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഏകദേശം ഒരു 9:45 വരെയുള്ള സമയത്തിനിടയ്ക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഓഡിയോസ് മ്യൂട്ട് ചെയ്യുക. വീഡിയോ മ്യൂട്ട് ചെയ്യണമെന്നില്ല. ശബ്ദം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ടൊന്ന് ഓഡിയോ എല്ലാവരും മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാക്കിൽ നിന്ന് തുടങ്ങാം. അതീന്ദ്രിയ ജ്ഞാനം, അല്ലെ? അതീന്ദ്രിയമായ ജ്ഞാനം. അതി പ്ലസ് ഇന്ദ്രിയ പ്ലസ് ജ്ഞാനം, അതി ഇന്ദ്രിയ ജ്ഞാനം എന്ന് പറയും.
ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയത്. എന്താണ് ഇന്ദ്രിയങ്ങൾ? അല്ലെ, പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. കണ്ണ് കാഴ്ച, നമ്മൾ മിക്ക ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കാഴ്ചയെ നൽകുന്നു, ചെവി എന്ത് നൽകുന്നു? ശബ്ദം കേൾവിയെ നമുക്ക് നൽകുന്നു, അല്ലെ. മൂക്ക് എന്ത് നൽകുന്നു? ഗന്ധത്തെ നമുക്ക് നൽകുന്നു. പിന്നെ നാവ് രുചിയെ നമുക്ക് നൽകുന്നു. പിന്നെ നമ്മളുടെ ത്വക്ക് സ്പർശനത്തെ നമുക്ക് തരുന്നു. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇവിടെ ജീവിച്ച് മരിച്ചു പോയവർക്കും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇനി ഇവിടെ ജനിക്കാൻ പോകുന്നവരും ഒക്കെ ഈ ഭൂമിയെ കണ്ടും കേട്ടും മണത്തും സ്പർശിച്ചും രുചിച്ചുമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് അറിവുകൾ നേടുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഈ ലോകം. ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് നമ്മളുടെ മനസ്സ്, ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടുന്നതെന്ന് പറയാം. കണ്ണ് കാഴ്ചയെയും ചെവി കേൾവിയെയും മൂക്ക് ഗന്ധത്തെയും നാവ് രുചിയെയും ത്വക്ക് സ്പർശനത്തെയും നൽകുന്നു, അല്ലെ. ഓരോന്നും നമ്മൾ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമാണ് അറിയുന്നത്. നമ്മൾ എപ്പോഴും പറയാനുള്ള ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. നമ്മൾ കാശ്മീർ വാലി കാണാനായിട്ട് നമ്മൾ പോകുകയാണ്. അപ്പോ ആ കാശ്മീരിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? കണ്ടാണ് ആസ്വദിക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോവുകയാണ്, കാഴ്ചയും കേൾവിയും ഉണ്ട്, എങ്കിലും നമ്മളത് കേട്ടാണ് നമ്മൾ ആസ്വദിക്കുക, അല്ലെ. അപ്പൊ കാഴ്ച ഇന്ദ്രിയത്തിന്റെ ഒരു അനുഭവമാണ്. കാഴ്ചയിലൂടെ നമുക്ക് സുഖം കൈവരുന്നു. കേൾവി, ചെവിയിലൂടെയാണ് ശബ്ദം നമ്മൾ കേൾക്കുന്നത്. യേശുദാസിന്റെ പാട്ട്, ചിത്രയുടെ പാട്ട്, എസ് ജാനകിയുടെ പാട്ട്. ഇതിപ്പോ നമ്മളുടെ ശിവജ്ഞാന വേദിയിൽ പഠിപ്പിക്കുന്ന രാമായണം, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, തിരുക്കുറല്, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്? ഓഡിയോ ഇടുമ്പോൾ അത് പ്ലേ ചെയ്തിട്ടാണ്, അല്ലെ, കേട്ടാണ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, കേട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇനി നമ്മള് വലിയൊരു പൂന്തോട്ടത്തിലേക്ക് പോവുക. ഇപ്പൊ മലമ്പുഴ ഗാർഡൻ നിങ്ങൾ സന്ദർശിക്കാൻ പോയി, അല്ലെങ്കിൽ ഊട്ടിയിൽ ഒരു പൂന്തോട്ടം സന്ദർശിക്കാൻ പോയി. അപ്പൊ അവിടെയുള്ള വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുടെ ഗന്ധം അതെങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്? അല്ലെ, കണ്ട് ആസ്വദിക്കും. പിന്നെ പ്രധാനമായിട്ട് ആ ഗന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അതെടുത്ത് മണത്ത് നോക്കണം. അപ്പോ ആ ഗന്ധത്തിലൂടെ, അതൊരു പ്രധാന ഇന്ദ്രിയമാണ്, അതിലൂടെ അറിവ് നമ്മൾ നേടുന്നു. മുല്ലപ്പൂവിന്റെ ഗന്ധം, ഇതൊക്കെ നമുക്ക് എഴുതി കാണിക്കാൻ പറ്റുമോ? മുല്ലപ്പൂവിന് ഇന്ന ഗന്ധമാണ് എന്ന് എങ്ങനെ എഴുതി കാണിക്കാൻ പറ്റും? താമരപ്പൂവിന് ഇന്ന ഗന്ധമാണ്, റോസാപ്പൂവിന് ഇന്ന ഗന്ധമാണ്, പാരിജാതത്തിന് ഇന്ന ഗന്ധമാണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? പറഞ്ഞ് ഒരാൾ മനസ്സിലാക്കാൻ സാധിക്കില്ല, കാണിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കേൾവിയിലൂടെ നമുക്ക് അതാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, സ്പർശിച്ചും അറിയാൻ കഴിയില്ല. മുല്ലപ്പൂവിന്റെ ഗന്ധം നമ്മൾ അറിയണമെങ്കിൽ ആ മൂക്കിന്റെ അടുത്ത് വെച്ച് നമ്മൾ മണത്ത് നോക്കണം, അല്ലെ. അങ്ങനെയാണ് ആ അറിവ് നമുക്ക് സ്വീകരിക്കാൻ കിട്ടുക. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി, അല്ലെങ്കിൽ പഴനിയിൽ നമ്മള് വടിവേലനെ, മുരുകനെ കണ്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പഞ്ചാമൃതത്തിൻ്റെതായിരിക്കുന്ന രുചി, തിരുപ്പതിയിൽ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന തിരുപ്പതി ലഡുവിന്റെ രുചി, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയുക? രുചിച്ചാണ് അറിയുന്നത്, അല്ലെ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്: കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ കാഴ്ചയും കേൾവിയും മണവും രുചിയും സ്പർശനവും ഉണ്ടാകുന്നു. ഇതിലൂടെയാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. ഇതിലൂടെയാണ് നമ്മളുടെ ബോധ മനസ്സ് രൂപപ്പെടുന്നത്. അപ്പോ ഇന്ദ്രിയ ജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ദ്രിയത്തെ പറ്റി നമ്മൾ പറയും. 5 എണ്ണമാണ് നമുക്കുള്ള ഇന്ദ്രിയങ്ങൾ എന്ന് പറയും, അല്ലെ. സെൻസറി ഓർഗൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. അപ്പോ ഇന്ദ്രിയം, എന്ന ശബ്ദത്തിന് ഇവിടെ ആ ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ കടന്നുള്ളത്, അല്ലെ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായത്. അപ്പൊ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും, കാഴ്ചയ്ക്കും കേൾവിക്കും മണത്തിനും രുചിക്കും സ്പർശനത്തിനും, കണ്ണിനും ചെവിക്കും മൂക്കിനും നാക്കിനും ത്വക്കിനുമുള്ള അതിന് അപ്പുറമായിരിക്കുന്ന ഒരു ജ്ഞാനത്തിന് നമുക്ക് ഇവിടെ പൊതുവെ അറിവെന്ന് പറയാം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മജ്ഞാനമാണ് എന്ന് പോരാതിലേക്ക്. അപ്പൊ ആ അറിവെന്ന് പറയാം. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ മറ്റൊരു തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന
അറിവിനെയാണ് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ തുടക്കം മുതൽ പഠിക്കുക. അപ്പൊ ഇന്ദ്രിയ ജ്ഞാനം, ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമായ മറ്റൊന്നിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അറിവ്, അതിന് പൊതുവെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ടാകും, ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായി മറ്റൊരു ഇന്ദ്രിയം ഉണ്ടോ? അല്ലെ, ഈ ഒരു ചോദ്യം പലർക്കും ഉള്ളതാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായി മറ്റൊരു ഇന്ദ്രിയമുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ഇന്ദ്രിയങ്ങൾ. അതിനപ്പുറമായി മറ്റൊരു ഇന്ദ്രിയം ഉണ്ട്. അതിനെ ഇന്ന് ശാസ്ത്രലോകം വിളിക്കുന്നത്, പാരാസൈക്കോളജിയുടെ മേഖലയിലേക്ക് ഒരുപാട് പഠനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അത് അറിയപ്പെടുന്നത് 6ാം ഇന്ദ്രിയം എന്നുള്ളതാണ്. 6th സെൻസ് എന്ന് പറയും. മനോജ് എസ് ശ്യാമളൻ എന്ന് വിളിക്കുന്ന ഒരാള് അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ചെയ്തിട്ടുണ്ട്. 6th സെൻസ് എന്നാണ് പടത്തിന്റെ പേര്, അല്ലെ? ഈ 6th സെൻസുമായിട്ട് ബന്ധപ്പെട്ട് പല ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ മലയാള സിനിമയിൽ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ കേരളത്തിലും ഭാരതത്തിലും ലോകോത്തര സിനിമകളിലുമൊക്കെ ഈ അതീന്ദ്രിയ തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള സിനിമകള്, സാഹിത്യങ്ങള്, ബുക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച ആ സിനിമ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അല്ലെ, അദ്ദേഹത്തിന് ചില അപകടങ്ങൾ, വിമാനാപകടം, ഇന്ന അപകടങ്ങളെയൊക്കെ പറ്റി അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. അപ്പൊ നമ്മൾ പൊതുവെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായി മറ്റൊരു തലത്തിന്റെ, അതായത് 6ാം ഇന്ദ്രിയം, 6th സെൻസ് എന്ന് പറയുന്നു, അതിന്റെ സഹായത്തോടു കൂടി ചില ദൃശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആന്തരികമായിട്ട് നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ചില ഗന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുക, അല്ലെങ്കിൽ ചില രുചികൾ അനുഭവിക്കുക. അങ്ങനെ പല തലങ്ങളുണ്ട്. നമുക്ക് പൊതുവെ കാഴ്ചയും കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാം. ഇപ്പോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ചില വ്യക്തികളെ നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത്, ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് പറയും, ഈ വ്യക്തിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, അല്ലെ? എല്ലാരും ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. സുശീല KP ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓഡിയോ ഒരു സെക്കൻഡ്, ഞാൻ മ്യൂട്ട് ചെയ്യാം. ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓഡിയോ എന്തോ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഒരു സെക്കൻഡ്. ഓക്കെ, എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് ആരെങ്കിലും ഒരു തമ്പിട്ട്, ഞാൻ കാരണം എല്ലാ ഓഡിയോസും ഞാൻ മ്യൂട്ട് ചെയ്തു. കേൾക്കുന്നുണ്ടോ? ശരി. ഇനിയും കേൾക്കാം സാർ, ക്ലിയർ ആയി കേൾക്കാം. ഇനിയും ഓൺ ചെയ്ത് നമ്മുടെ സമയം പോകും. 9:15 അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ലാസ്റ്റ്? 6th സെൻസ്. അതീന്ദ്രിയം. മമ്മൂട്ടിക്ക് അയ്യർ ദി ഗ്രേറ്റ് സിനിമയില് അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ എന്തിനാ ഉദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു വിഷയവുമായിട്ട് ഏറ്റവും അധികം നമുക്ക് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഈ കഥാപാത്രം, ഇതിലെ മമ്മൂട്ടി എന്ന കഥാപാത്രത്തിന് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ കഴിയുന്നു, ചില അപകടങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു. ഞാൻ അതാണ് പറഞ്ഞത്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില വ്യക്തികളെ കാണുമ്പോൾ, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ, ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് ഞാൻ മുൻപേ കണ്ടിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ എപ്പോഴും പോയിട്ടുള്ളതാണല്ലോ, ഈ വ്യക്തിയെ ഇന്ന രീതിയിൽ ഞങ്ങൾ സംഭാഷണം ചെയ്യുമെന്ന് ഞാൻ പണ്ട് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞിട്ടുള്ളതാണല്ലോ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് പല വിധത്തിലുണ്ടാകാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത് നമ്മൾ ഈ സ്വപ്നത്തെ പറ്റി സയന്റിഫിക് ആയിട്ട് പറയാറുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങള് പൊതുവെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച കാര്യങ്ങളാണ്. അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് മുതൽ കുട്ടി ജാഗ്രത ആയിരിക്കുമെന്നാണ് പറയാം. ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ആണ് നമ്മൾ സ്വപ്നത്തിൽ കാണുക പൊതുവെ, അല്ലെ? അതിലേക്ക് നമുക്ക് വരാം. അപ്പോ
ഈ 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറമായി മറ്റൊരു തലത്തിന്റെ ഉണർവിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങളെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോ തന്ത്രസാധനയിൽ കർണപിശാചിനി എന്ന് പേരായിരിക്കുന്ന ഒരു സാധന തന്ത്രസാധനയിൽ പറയാറുണ്ട്. അതായത് ഈ ഒരു ഡൈറ്റിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ കർണപിശാചിനി, ഈ നമ്മള് പണ്ട് കാലത്ത് മാന്ത്രികന്മാര് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ ഉപയോഗിച്ച ഒരു താന്ത്രിക സാധനയാണ് കർണപിശാചിനി സാധന എന്ന് പറയും. കർണപിശാചിനി എന്നിട്ട് പേടിക്കേണ്ട, ദേവി മറ്റുള്ളവരുടെ കാര്യങ്ങളെ നമ്മളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു തരും എന്നുള്ളതാണ് ആ സാധന ചെയ്ത് അതിൽ സിദ്ധി നേടിയ ഉപാസകര് പറയുന്നത്. ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ ഒരുപാട് ചാത്തൻ മഠങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ആ ചാത്തൻ സ്വാമിയൊക്കെ കാണുമ്പോഴും പലരും ഈ ഒരു ആവശ്യത്തിനായിട്ടാണ് പോകുക. നമ്മൾ എന്തിനാണ് ഈ സിദ്ധന്മാരെയും സിദ്ധപുരുഷന്മാരെയും മാന്ത്രികരെയും ഒക്കെ കാണാൻ പോകുന്നത്? ഈ അതീന്ദ്രിയ മേഖലയിലെ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ദേവതയുണ്ടോ, അല്ലെങ്കിൽ ഈ ദേവതയെ ഉപാസിച്ചാൽ ഇന്ന കാര്യം എന്റെ ജീവിതത്തിൽ കിട്ടുമോ, ഈ ഒരു അന്വേഷണത്തോടു കൂടിയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു മറ്റൊരു തലം, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തിനും ഈ ഭൂമിക്കും അപ്പുറമായ മറ്റു ലോകങ്ങൾ, ഇന്ന് ഒരുപാട് പഠനങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പാരാസൈക്കോളജിയുടെ മേഖല. UFOസിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു. അതെ, നമുക്കപ്പുറമായ മറ്റു ലോക നിവാസികളെ പറ്റി, അന്യഗ്രഹ ജീവികളെ കുറിച്ചിട്ട് ഇന്ന് ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ, ഇതില്ലയോ? പണ്ടില്ല എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞത്, പക്ഷെ ഇന്ന് പറയുന്നു ഇതിനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ ഈ വിശ്വത്തിൽ അനേക ഗ്രഹങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിലെ ഒരു ഗ്രഹമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി ഒക്കെ നമ്മൾ കേട്ടു, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് പരിചിതമായ നമ്മൾ താമസിക്കുന്ന വാസയോഗ്യമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇതുപോലെ അനേക ഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്, അനേക ഗ്രഹങ്ങളുണ്ട്. അവിടെയൊക്കെ മനുഷ്യനും പോലെയോ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച മസ്തിഷ്കത്തോട് കൂടിയിരിക്കുന്ന സൂക്ഷ്മ ലോക നിവാസികൾ ഉണ്ടായിരിക്കാം, അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ചില ഇതില് UFOs അല്ലെ, പേടകങ്ങൾ, പറക്കും തളികകൾ പല സ്ഥലങ്ങളിലൊക്കെ വന്നതായിട്ടും അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നുണ്ട്. നാസയും പെന്റഗണും ഇസ്രോയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അനേക പഠനങ്ങളൊക്കെ നടത്തിയായിട്ടൊക്കെ നമുക്കറിയാം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് എടുക്കാം അതിനെപ്പറ്റി. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഈ ഒരു അറിവിന്, അത് കാഴ്ചയാകാം, കേൾവിയാകാം, അങ്ങനെയുള്ള അറിവിനെയാണ് നമ്മൾ പൊതുവെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തന്ത്രശാസ്ത്രത്തിലെ കർണപിശാചിനി സാധനം എന്ന് പറഞ്ഞാൽ ഈ ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൽ സിദ്ധി നേടിയ ഒരാൾ മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അയാൾ ആരാണ്, അല്ലെങ്കിൽ അയാൾ എന്തിനു വന്നു, ഇനി അയാൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അത് ആ ദേവതയുടെ സഹായത്തോടു കൂടി അറിയാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, തന്ത്രത്തിന്റെ മാർഗം. ഇനി നമ്മള് ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കട്ടെ. ഈ അതീന്ദ്രിയ ജ്ഞാനം എന്നൊക്കെ പറയുന്നത്, ഇതിനെപ്പറ്റി എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാനമുണ്ടോ? ഇതാണ് നമ്മൾ എല്ലാത്തിന്റെയും ശാസ്ത്രീയത അന്വേഷിച്ചു പോകുന്നവരാണ്, അല്ലെങ്കിൽ ഈ ശാസ്ത്രകാരന്മാർ ഇതിനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ നോട്ട്സും നമുക്ക് വായിക്കാനായിട്ട് സമയമില്ല. നാസയിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ജുംസായി എന്നാണ് ആ സയന്റിസ്റ്റിന്റെ പേര്. അദ്ദേഹം ഈ നാസയുടെ ശൂന്യാകാശ പരിവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രകാരനാണ് ജുംസായി. ലക്ഷ്മി അമ്മയുടെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്തതാണ്, പക്ഷെ പിന്നെയും അൺമ്യൂട്ട് ചെയ്തു, സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ ലക്ഷ്മി, ഓക്കെ ശരി, കോട്ടുമായിടുന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ശരി. അപ്പോ ഈ ജുംസായി എന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ നാസ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം ഇതാണ്: നമ്മള് സ്പേസിനെ കുറിച്ചുള്ള പഠനത്തില് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനിലേക്കോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ള ഗ്രഹാന്തര യാത്രകൾക്കുള്ള ഒരു ടെക്നിക്ക്, അതായത് സ്പേസ് ലാൻഡിംഗ് ഫോർമുല. ജുംസായിയുടെ പേരിൽ അറിയപ്പെടുന്നതിന് അതാണ്. സ്പേസ് ലാൻഡിംഗ് ഫോർമുല ആവിഷ്കരിച്ച വ്യക്തിയാണ് ഈ ജുംസായി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ അമേരിക്കയും റഷ്യയും ഒക്കെ റോക്കറ്റ് അയക്കും, അന്യഗ്രഹ പേടകങ്ങളൊക്കെ ആയിരിക്കും, കൃത്രിമോപകരണങ്ങളായിരിക്കും, മിക്കതും ചീറ്റിപ്പോവും. നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ വാണം കത്തിച്ചു വരുമ്പോൾ ചിലതൊക്കെ പൊട്ടും, ചില അമിട്ടൊക്കെ പൊട്ടാതെ വീഴുന്ന പോലെ പണ്ട് ഇതെല്ലാം ഈ സ്പേസ് ലാൻഡിങ് പോലെ വളരെ വലിയ ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചന്ദ്രായൻ നടത്തിയ സമയത്തും അവിടെ ലാൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്പേസ് ലാൻഡിങ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ലാൻഡിങ് ഫോർമുല ഫിസിക്സിലെ ഉണ്ടാക്കിയ ഒരു സയന്റിസ്റ്റ് ആണ് ജുംസായി എന്ന് പറയുന്നത്. ഈ ജുംസായി ഇതിനെപ്പറ്റി പറയുന്നത്, അദ്ദേഹം ഭാരതത്തിലെ ഒരു യോഗിവര്യന്റെ
ശിഷ്യൻ കൂടിയായിരുന്നു. അങ്ങനെ നാസ ഈ ഒരു ദൗത്യം ഇദ്ദേഹത്തെ ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹം ആ ഭാരതത്തിലെ യോഗിവര്യനെ കണ്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും എനിക്ക് ഇതിനുള്ള ഫോർമുല കിട്ടുന്നില്ല, അതിനെന്താണ് മാർഗം? അപ്പൊ ആ ഗുരു അദ്ദേഹത്തിന് ഒരു പ്രത്യേക മെഡിറ്റേഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു, നീ ഈ ടെക്നിക്ക് ഇത്ര നാള് ഇന്ന സ്ഥലത്ത് പോയി ചെയ്യുക. അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിലെ ഒരു സ്ഥലത്ത് പോയി ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ടെക്നിക്ക് പൂർത്തിയാക്കി കഴിഞ്ഞ് ജുംസായി തിരിച്ചു വരുന്നത് സ്പേസ് ലാൻഡിംഗ് ഫോർമുലയുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അല്ലെ, നമ്മള് സർ ഐസക് ന്യൂട്ടനെ പറ്റി പഠിച്ചിട്ടുണ്ട്, തോമസ് ആൽവ എഡിസനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഭാരതത്തിലെ വിഖ്യാത ശാസ്ത്രകാരനായ ഗണിത ശാസ്ത്രകാരനായ രാമാനുജനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ പോലും തന്റെ ഇന്റലക്ച്വൽ പവറിലൂടെ തോൽപ്പിച്ചിരിക്കുന്ന ശകുന്തള ദേവിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ എന്നിലേക്ക് ആരോ തന്നതാണ്. രാമാനുജനാണ് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരു ഗണിതശാസ്ത്രത്തിന്റെ ഒരു ഫോർമുല അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഞാൻ ഈശ്വരനെയൊക്കെ വിചാരിച്ച് നാമമൊക്കെ ജപിച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ച് കിടന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സ്, നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ബോധ മനസ്സ്. ഇപ്പൊ നിങ്ങൾ ഉണർന്നിരുന്ന് കണ്ണുകൊണ്ട് എന്നെ കാണുന്നു, ഗൂഗിൾ മീറ്റിൽ ചെവി കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നു, ഇത് കോൺഷ്യസ് മൈൻഡാണ്, ബോധ മനസ്സാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും. 10 മണിയാകുമ്പോൾ ക്ലാസ് തീരും, ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. അപ്പൊ ഒരുപക്ഷെ ഉറക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ രാമാനുജനും ശകുന്തളാദേവിയും അല്ലെങ്കിൽ UFOസും അന്യഗ്രഹ ജീവികളും ഒക്കെ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നു, സ്വപ്ന ദർശനങ്ങൾ കാണുന്നു. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തലമാണ്. അവിടെ കണ്ണടഞ്ഞു, ചെവിയടഞ്ഞു, ശരീരം നിശ്ചലമായി, കോൺഷ്യസ് മൈൻഡ് നിശ്ചലമായി, പക്ഷെ നിങ്ങൾ ഉപബോധ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെ പല തലങ്ങളുണ്ട്, ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അവബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സെന്ന് പറയും, ശരിക്കും അവബോധ മനസ്സാണ്. അൺകോൺഷ്യസ് മൈൻഡ്, പിന്നെ അതീത മനസ്സ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ഈ അതീത മനസ്സും അതീന്ദ്രിയ ജ്ഞാനവുമായിട്ട് ബന്ധമാണ്, നമുക്കത് പറയാം. അപ്പോ രാമാനുജനാണെങ്കിലും ഐസക് ന്യൂട്ടൺ ആണെങ്കിലും നമ്മൾ ഈ ഇടയ്ക്ക് ജീവിച്ചിരുന്ന വളരെ വിഖ്യാത ശാസ്ത്രകാരനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ പല ഫോർമുലകളും ഇവരുടെ ഉള്ളിലേക്ക് ആരോ ഇട്ടുകൊടുക്കുന്നതായിരുന്നു. അവർ അത്രയും അധികം ആഗ്രഹിച്ച സമയത്ത് ആരോ അവരുടെ ഉള്ളിൽ ഇതിട്ടു. അതാണ് നമ്മൾ പറയുക യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് ഭാരതീയ ചിന്താധാരയിൽ പറയാറുണ്ട്, അല്ലെ? യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറയും. ഈ പ്രപഞ്ചം തന്നെ വെറുതെ പ്രവർത്തിക്കുന്നതല്ല, ഇതിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന, ഇതിനെ നയിക്കുന്ന, ഇതിനെ ഏകോപിപ്പിക്കുന്ന, ഇതിനെ ഭരിക്കുന്ന അതീവ ശക്തമായ ഒരു ഇന്റലിജന്റ് ഉണ്ട്. ഇത് ഇന്ന് ആധുനിക സയന്റിസ്റ്റുകളും പറയുന്നുണ്ട്. ഞാൻ ഈ 2012 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്ന് അവിടെ ഇസ്രോയും അല്ലെ, തിരുവനന്തപുരം ISROയിലെ സയന്റിസ്റ്റുകളിൽ ചിലരൊക്കെ നമ്മളെ യോഗ പഠിക്കാനായിട്ടന്ന് അവിടെ വന്നിരുന്നു. അപ്പം അന്നപ്പോ ഒരു വിവാദം നടക്കുന്ന സമയമാണ്. അതായത് നമ്മളോ അമേരിക്കയോ ഏതോ, അതെ, നമ്മളൊരു സ്പേസിലേക്ക് എന്തോ അയച്ച സമയത്ത് നമ്മള് ഗണപതി ഭവനമോ എന്താണ്ടൊക്കെ നോക്കി കാണിപ്പയ്യൂരിനെയൊക്കെ കണ്ട് നോക്കിയിട്ടാണ് റോക്കറ്റ് വിട്ടതെന്ന് പറഞ്ഞ് വലിയൊരു വിവാദം നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ചന്ദ്രായൻ നടക്കുന്ന സമയത്തും അതിന്റെ ആ മോഡലുമായിട്ട് നമ്മളുടെ സയന്റിസ്റ്റുകൾ തിരുപ്പതിയിലും പ്രധാന ക്ഷേത്രത്തിലൊക്കെ പോയത് നമ്മൾ കണ്ടു. അതിനെയൊക്കെ ട്രോൾ ചെയ്തവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, അല്ലെ? വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരിഹസിക്കും. പക്ഷെ സയന്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഈ നമ്മളെക്കാൾ കൂടുതൽ ഇന്റലക്ച്വൽ പവർ ഉള്ളവരാണ്. നോക്കൂ, ഭൂമി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ജിയോഗ്രഫി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഫിസിക്സിന്റെ പല തിയറികളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അച്ചുതണ്ട് ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ അച്ചുതണ്ട് ഉണ്ടോ? ഇല്ല. സാങ്കല്പികമായ ഒരു അച്ചുതണ്ടിൽ ഇത്ര ഡിഗ്രി ചരിവിൽ ഈ ഭൂമി വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോ വെറുതെ ശൂന്യമായ ഒരു പ്രപഞ്ചത്തിലാണ് ഇത് നിൽക്കുന്നത്. നോക്കൂ, ഓരോ ഗ്രഹങ്ങളെയും പറ്റി പഠിക്കുമ്പോൾ, അല്ലെ, പണ്ട് കവി പാടിയിട്ടുണ്ട്, അനന്തം അജ്ഞാതം അവർണ്ണനീയം, അല്ലെ? ഈ ഭൂഗോളം തിരിയുന്നത് അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ എന്ത് കണ്ടു എന്നൊക്കെ. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. എന്ത് കഥ, നമ്മളൊരു കഥയും നമ്മൾ അറിയുന്നില്ല, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് സേഫാന്നും പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. ഈ ഭൂമി നിൽക്കുന്നത് എവിടെയാണ്?
ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിലാണ്. അവിടെ ഭൂമി മാത്രമല്ല, അനേകം ഗ്രഹങ്ങളുണ്ട്, അനേകം നക്ഷത്രങ്ങളുണ്ട്. അല്ലെ, ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ലേ ഉൽക്കാപതനം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇന്നൊരു വാൽ നക്ഷത്രം വരുന്നു, ഇവൻ ഇടിക്കുമോ ഭൂമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിക്കാറുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് അവരുടേതായ ആ ഒരു ഓർബിറ്റ് ഉണ്ട്, അതിന്റെ സഞ്ചാരമാർഗമുണ്ട്. ഇത് തെറ്റിച്ചിത് പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രഹം ഇതിന്റെ റൂട്ട് തെറ്റിച്ചാൽ മതി, കൂട്ടയിടി നടക്കും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് ഈ ഗ്രഹങ്ങൾക്ക് ഇന്ന റൂട്ടിൽ കൂടി തന്നെ നിങ്ങൾ കറങ്ങണം, അതിന്റെ ആകർഷണ വികർഷണങ്ങൾ. ഇപ്പൊ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ആകർഷണമുണ്ട്, ഭൂമിയും സൂര്യന് പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹ സംവിധാനങ്ങളുമായിട്ട് ആകർഷണമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഫോഴ്സാണ്. അതിനെയാണ് നമ്മൾ ഒരു ഇന്റലിജന്റ് എന്ന് പറയുന്നത്. അല്ല, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഭൂമി ശൂന്യാകാശത്ത് നിൽക്കുകയാണ്, ശൂന്യാകാശത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കറങ്ങുന്ന ഒരു വസ്തുവിന്റെ ഉള്ളിലുള്ളതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇത് ആരാ ഈ ഭൂഗുരുത്വാകർഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അല്ലെ, നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയനോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഓരോ തലങ്ങളുണ്ട്. ഈ അന്തരീക്ഷത്തിന്റെ ഒരു തലം കഴിഞ്ഞാൽ നമുക്ക് അവിടെ വായു കിട്ടില്ല. അതാണ് ശൂന്യാകാശത്ത് പോകുന്ന ഒരു ഓക്സിജനുമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വിശ്വം, ഈ ഈശ്വരൻ, ഈ കോസ്മിക് ഇന്റലിജൻസ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തന്നു എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ ഒരു മഹാശക്തി ലോകത്തുണ്ട്. അപ്പൊ ഈ സയന്റിസ്റ്റുകൾ പറഞ്ഞത്, ഞങ്ങൾ ഗണപതി ഹവനം നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ കാരണം കോടിക്കണക്കിന് രൂപ മുടക്കി അയക്കുന്ന സാധനമാണ് റോക്കറ്റൊക്കെ, ഉപഗ്രഹങ്ങളൊക്കെ കത്തിച്ച് വിട്ട് മുകളിലേക്ക് പോയില്ലെങ്കിൽ നഷ്ടമാണ്. അവർ വിശ്വാസികളാണ്. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തെ പറ്റി പഠിച്ചാൽ നമ്മൾ വിശ്വാസികളായിട്ട് മാറും. നമ്മളുടെ ശരീരത്തെ പറ്റി പഠിക്കൂ, ഇനി പ്രപഞ്ചത്തെ പറ്റി വേണ്ട. ആരാണ് നിങ്ങളുടെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയാനുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പൊ എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്, ഇത്ര ടൈമിന് ഇത് കൃത്യമായിട്ട് ഇടിക്കണം, ഇത്ര ഫോഴ്സിൽ ഇടിക്കണം, ഇത്ര ഇടിച്ചാലാണ് ഈ പമ്പിങ് നടക്കുക എന്ന് ഈ ഹൃദയത്തിന് ബോധമുണ്ട്, അതിന് അവബോധമുണ്ട്, അതിന് ബുദ്ധിയുണ്ട്. നിങ്ങളുടെ കരൾ, അല്ലെ, എന്റെ കരളെ എന്നൊക്കെ നമ്മൾ പറയും. നമ്മളുടെ കരളിനെ കണ്ടിട്ടുണ്ടോ? കരൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാമോ? അല്ലെ, എത്രയോ വിഷാംശത്തെ കരൾ പിടിച്ച് നമ്മളുടെ ശരീരത്തെ, ജീവനെ സംരക്ഷിക്കുന്നു. നമ്മുടെ വൃക്കകൾ എത്രയോ അരിക്കൽ പ്രവർത്തനം നടത്തിലൂടെ ഈ ജീവനെ സംരക്ഷിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിലേക്ക് നോക്കണ്ട ദൈവമുണ്ടോ, ഈശ്വരനുണ്ടോ, കോസ്മിക് ഇന്റലിജന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കണ്ട, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. ആരാണ് എന്റെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത്? 5 വയസ്സിലിരുന്ന പോലെയല്ല ഞാൻ ഈ 50-ാം വയസ്സിലിരിക്കുന്നത്. ഏത് ശക്തിയാണ് എന്നെ വളർത്തുന്നത്? ആരാണ് എന്റെ ഹൃദയത്തെ മിടിപ്പിക്കുന്നത്? പുട്ടും കടലയൊക്കെ കുഴച്ച് നാക്കിൽ വെക്കുന്നത് വരെ നമ്മളുടെ തലമുണ്ടു. പിന്നെ അകത്തേക്ക് പോയി അതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസം ഉണ്ടാക്കി, ആമാശയത്തില് വലിയ കല്ലും വെള്ളയൊന്നുമില്ല ഇതിനെ അരയ്ക്കാൻ, ഗ്രൈൻഡർ പോലെ, മിക്സി പോലെ. അവിടെ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിനനുസരിച്ച് അതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസത്തെ, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിങ്ങളുടെ ദഹനേന്ദ്രിയം ഉത്പാദിപ്പിക്കുന്നത്. അല്ല, സെക്കൻഡ് ബ്രെയിൻ എന്നാണ് ബോഡിയിൽ നമ്മൾ ആമാശയത്തെ പറയുക, സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയും. അപ്പം നമ്മുടെ ശരീരത്തെ പറ്റി പഠിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആരാണ് ഈ കണ്ണിന് കാഴ്ച നൽകുന്നത്? കഠോപനിഷത്തിലൊക്കെ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെവിക്ക് കേൾവി നൽകുന്നത്, നാവിന് രുചി നൽകുന്നത്, മൂക്കിന് ഗന്ധം നൽകുന്നത്. ചെറുപ്പം മുതൽ ഇത്രയും അറിഞ്ഞതും കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ ആയ കാര്യങ്ങൾ ഈ ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇത് തികച്ചും യാന്ത്രികമാണെങ്കിൽ ഈ സിസ്റ്റം തന്നെ താറുമാറാക്കും. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തെ, നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തി ചൈതന്യമുണ്ട്. അതാണ് ശാസ്ത്രലോകം പറയുന്ന കോസ്മിക് ഇന്റലിജന്റ്. നമ്മളുടെ ഭാരതീയ ഋഷിമാർ പറഞ്ഞ അനോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ. അണുക്കളിൽ വെച്ച് പരമാണുവിലും ബൃഹത്തായതിൽ വെച്ച് ഏറ്റവും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു ചൈതന്യം, ഈ ഈശിനെ, ഈ വിശ്വത്തെ, ഇതിലുള്ള സകല പ്രാണി ജീവജാലങ്ങളെയും സർവചരാചരങ്ങളെയും സംരക്ഷിച്ചു പോകുന്ന ഒരു ഇന്റലിജന്റ്, അല്ലെ, ഒരു വലിയൊരു ബുദ്ധി കേന്ദ്രം, വലിയൊരു എനർജി ഉണ്ട്. അതിനെ ഈശ്വരൻ എന്ന ഋഷികൾ വിളിച്ചു. ഒരു നിരീശ്വരവാദി ദൈവമില്ല എന്ന് പറയുമ്പോൾ അവന്റെ നാവ് ചലിക്കുന്നുണ്ട്, അല്ലെ? നാവ് ചലിക്കണമെങ്കിൽ എന്ത് വേണം? അവന്റെ ബ്രെയിൻ പ്രവർത്തിക്കണം. ആ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു എനർജി പ്രവർത്തിക്കണം, സൂക്ഷ്മ എനർജി പ്രവർത്തിക്കണം. ആ സൂക്ഷ്മ എനർജി എവിടെ നിന്ന് വരുന്നതാണ്? ഈ കോസ്മിക്കിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ദൈവമില്ല, ഈശ്വരനില്ല എന്ന് നാവ് ചലിപ്പിക്കാൻ, അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങളെ വോക്കൽ കോഡിലൂടെ ശബ്ദ തരംഗങ്ങളായി പുറത്തേക്ക് വിടാനുള്ള ശേഷി അവന്റെ ആന്തരിന്ദ്രിയത്തിന് നൽകിയത് ആ ഈശ്വരൻ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് ഭാരതീയ ഋഷികൾ വിളിക്കുന്നത്. അതിനെയാണ് ഇന്ന് ആധുനിക ശാസ്ത്രലോകം കോസ്മിക് ഇന്റലിജൻസോ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ വിളിക്കുന്നത്. അപ്പൊ നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വന്നാൽ
അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നതിനും അപ്പുറമായ കാര്യങ്ങളെ കാണാനുള്ള, കേൾക്കാനുള്ള, അറിയാനുള്ള, രുചിക്കാനുള്ള, സ്പർശിക്കാനുള്ള ഒരു അവബോധമാണ്, ഒരു ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ അതീന്ദ്രിയ ജ്ഞാനം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനിവിടെ ജുംസായി എന്ന സയന്റിസ്റ്റിന്റെ ഉദാഹരണം പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഉപദേശപ്രകാരം ചെയ്ത ഒരു മെഡിറ്റേഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായത്, നമ്മൾ ഈ പറയുന്ന ആ സ്പേസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് ലാൻഡിംഗ് ഫോർമുല അദ്ദേഹം ഉണ്ടാക്കിയത് അതിൽ നിന്നാണെന്ന് ജുംസായി പറയുന്നു. ജുംസായി പറയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്കൊക്കെ സുപരിചിതനായ മറ്റൊരാൾ, നമ്മളൊക്കെ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന റൈക്കി എന്ന് വിളിക്കുന്ന വിദ്യ, അല്ലെ, മിഖാവോ ഉസൂയി എന്നാണ് റൈക്കി കണ്ടെത്തിയ ആളുടെ പേര്. പക്ഷെ റൈക്കിയുടെ ആദ്യ രൂപം ഭാരതത്തിലാണ് ഉണ്ടായത്. പ്രാണവിദ്യയുടെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത്. പ്രാണവിദ്യയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രാണായാമ വിദ്യകളും റൈക്കി ഉൾപ്പെടെയുള്ള ടെക്നിക്കുകളും ഉണ്ടായത്. മിഖാവോ ഉസൂയി ഇതേപോലെ ഈ ഒരു റൈക്കിയുടെ മെത്തേഡുകൾ പഠിച്ചതിന് ശേഷം വേറൊരു മെത്തേഡാണ് അദ്ദേഹം പഠിച്ചത്, പ്രാണവിദ്യയാണ്. പിന്നീട് അദ്ദേഹം ഇട്ട പേരാണ് റൈക്കി എന്നുള്ളത്. അദ്ദേഹം ഒരു മലയുടെ മുകളിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ അദ്ദേഹം മടുക്കാത്ത മനസ്സോടുകൂടി മെഡിറ്റേഷൻ ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ വളരെ വലിയ ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ പുരികക്കൊടികൾക്ക് മധ്യേ വന്ന് ആ വെളിച്ചത്തിൽ അദ്ദേഹം നിറഞ്ഞ, അതിൽ ലയിച്ച് അദ്ദേഹം ബോധരഹിതനായി എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഉള്ളിൽ പല കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം, ഒരു ജ്ഞാനം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ സന്തോഷത്തിൽ താഴേക്ക് ഇറങ്ങിയ സമയത്ത് മലയിൽ കാൽ തട്ടി അദ്ദേഹം വീണു. അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ പൊട്ടി. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ അറിയാൻ പറ്റും. പക്ഷെ അദ്ദേഹം തന്റെ കൈ ആ പൊട്ടിയ മുട്ടിന് മുകളിൽ, കാലിന് മുകളിൽ വെച്ച സമയത്ത് വളരെ വേഗത്തിൽ അതെന്തായി, ക്യൂറായി. ആ രക്തം ഒഴുകുന്നത് പോലെ നിന്ന് മുറിവുണങ്ങി എന്നാണ് പറയുന്നത്. ഇന്ന് റൈക്കി അല്ലെങ്കിൽ പ്രാണവിദ്യ അതിനെ പോലെയുള്ള വിവിധ മെത്തേഡുകൾ ഇത്തരത്തിലുള്ള ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കാം. എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ഓഡിയോ മ്യൂട്ട് ചെയ്യില്ലെങ്കിൽ ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് ആക്കും. ഓക്കെ, ശരി. അപ്പോ ഞാൻ പറഞ്ഞ 2 ഉദാഹരണങ്ങളാണ് ഈ അതീന്ദ്രിയ ജ്ഞാനത്തിന്. 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ അത്യന്താധുനിക ലോകത്തിൽ ജീവിച്ചിരുന്ന ഈ ഒരു സയന്റിസ്റ്റിന്റെ ജുംസായിയുടെ കഥ ഞാൻ പറഞ്ഞു. അതേപോലെ റൈക്കി എന്ന് വളരെ സുപരിചിതമായ നമ്മളുടെ വിദ്യ പഠിപ്പിച്ചു തന്ന മിഖാവോ ഉസൂയിയുടെ കഥ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ കണ്ടെത്തിയ മൊട്ടുസൂചി മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകങ്ങൾ വരെ മനുഷ്യന്റെ അതീന്ദ്രിയ മനസ്സിൽ നിന്നും ഉണ്ടായ ആശയങ്ങളാണ്. മത്സ്യത്തെ പോലെ വെള്ളത്തിനടിയിൽ സഞ്ചരിക്കാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. പക്ഷിയെ പോലെ ആകാശത്ത് പറക്കാനും ഈ ഗഗനത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ശൂന്യാകാശത്തേക്ക് പോകാനും മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. പണ്ട് നമ്മൾ മനുഷ്യ ലോകത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിന്റെ പരിണാമം അനുസരിച്ച് നമ്മൾ ആദിമവാസികളായിരുന്നു എന്നാണ്, അല്ലെ, കാട്ടിൽ ജീവിച്ചിരുന്നവരായിരുന്നു. നമ്മൾ മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ നിയാണ്ടർത്താൽ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അവൻ പ്രാകൃതനായിരുന്നു, ഗുഹയിൽ ജീവിച്ചു, പിന്നീട് കുടില് കെട്ടി ജീവിച്ചു, വേട്ടയാടി ജീവിച്ചു, തീ കണ്ടുപിടിച്ചു. അങ്ങനെ മനുഷ്യ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ അതിങ്ങനെ പരിണമിച്ച് പോവുകയാണ്. 1960 ലോകമല്ല ഈ 2025 1960 ടെക്നോളജി അല്ല ഈ 2025 ടെക്നോളജി. 1960 ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. 2025 മൊബൈൽ ഫോൺ ഉണ്ട്. 1960 ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഗൂഗിൾ മീറ്റിൽ ഇരുന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് വികാസത്തിന്റെ, പരിണാമത്തിന്റെ, പുരോഗതിയുടെ ചരിത്രമാണ് മനുഷ്യനുള്ളത്, അല്ലെ. പണ്ട് കായലിലൂടെ, കടലിലൂടെ സഞ്ചരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് തോണികൾ ഉണ്ടാക്കി, ബോട്ടുകൾ ഉണ്ടാക്കി, കപ്പലുകൾ ഉണ്ടാക്കി, അന്തർവാഹിനികൾ രൂപപ്പെട്ടു. നമുക്ക് ആകാശത്തോടി പറക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷിയെ പോലെ. പക്ഷെ മനുഷ്യബുദ്ധി എന്തുണ്ടാക്കി? വിമാനങ്ങളെ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. അതാണ് മനനം ചെയ്യാൻ ശേഷിയുള്ളവൻ മാനവൻ എന്ന് പറയുന്നത്. ഈ ബുദ്ധി, ഈ തലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജന്യമല്ല. അതാണ് ഞാൻ പറഞ്ഞ പല സയന്റിസ്റ്റുകളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാമാനുജന്റെ ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ചില ഫോർമുലകൾ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഉറക്കത്തിലാണ്, നമ്മൾ സ്വപ്ന ദർശനം എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിന് ഉറക്കത്തിലാണ് എന്തുണ്ടാവുക, ഈ ഫോർമുല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. ഐസക് ന്യൂട്ടൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, എഡിസൺ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ മൈൻഡിനെ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, അതായത് നമ്മളുടെ തലച്ചോറിൽ പലതരത്തിലുള്ള തരംഗങ്ങളുണ്ട്. നമ്മൾ ബീറ്റ, ഗാമ, തീറ്റ, ആൽഫ എന്നൊക്കെ പറയും. ഇതിൽ ഗാമ തരംഗങ്ങൾ, ഇതിനെപ്പറ്റി ഒരുപാട്
സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. നമ്മളുടെ തലച്ചോറിലുള്ള പ്രത്യേകമായിട്ടുള്ള തലങ്ങൾ, നമ്മുടെ പീനിയൽ ഗ്ലാൻഡിന്റെ തലം എന്നൊക്കെ സയൻസിന്റെ ഭാഷയിൽ പറയും. ഇനി ചില ഗാമ തരംഗങ്ങളുടെ രൂപീകരണം എന്ന് സയൻസിന്റെ ഭാഷയിൽ പറയും. നമ്മളുടെ യോഗ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയും. അതായത് നമ്മൾ ചില പ്രത്യേക മെത്തേഡുകൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനെ മനസ്സിന്റെ സമനിലയാണ് യോഗം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഇന്ദ്രിയജന്യമായ ലോകത്താണ്. നിങ്ങൾക്ക് സുഖമുണ്ടാക്കുന്നതും ദുഃഖമുണ്ടാക്കുന്നതും ഇന്ദ്രിയങ്ങളാണ്. നല്ലത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തുണ്ടാകും? സുഖം ഉണ്ടാകും. ചീത്ത കാണുമ്പോൾ ചീത്ത അനുഭവിക്കുമ്പോൾ എന്തുണ്ടാകും? ദുഃഖമുണ്ടാകും. മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ, ക്രിയേറ്റീവ് ആണെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. മനസ്സ് എപ്പോഴും ടെൻസ്ഡ് ആണെങ്കിൽ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ജീവിതം എപ്പോഴും ദുഃഖമായിരിക്കും. നമുക്ക് സ്വർഗം പണിയുന്നതും നാം തന്നെയാണ്, നമുക്ക് നരകം പണിയുന്നതും നാം തന്നെയാണ്. മനസ്സ് പോസിറ്റീവ് ആണോ ക്രിയേറ്റീവ് ആണോ, ജീവിതം പോസിറ്റീവ് ആകും, ക്രിയേറ്റീവ് ആകും. മനസ്സ് നെഗറ്റീവ് ആണോ അലസമാണോ, ജീവിതം നെഗറ്റീവ് ആകും, അലസമാകുന്ന ഇന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്ന കാര്യം. ഇത് പണ്ട് മുതലേ നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന മനസ്സിനെ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോയതാണ്. അതായത് ശൂന്യാവസ്ഥ എന്ന് ധ്യാനത്തിന്റെ ഭാഷയിൽ പറയും. നമ്മൾ എപ്പോഴും ഇന്ദ്രിയ ലോകത്ത് പുറത്തു നിന്ന് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, സ്പർശിക്കുന്നു, മണക്കുന്നു. ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായ അനുഭവവും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ ഔട്ടർ വേൾഡിലാണ്, ഇന്നർ വേൾഡിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മൾ ധ്യാനം, പ്രാണായാമം, മന്ത്രജപം, തന്ത്ര, യോഗ പോലെയുള്ള മെത്തേഡുകളിലൂടെ മനസ്സിനെ സമനിലയാക്കിയത്. അതായത് മനസ്സിന്റെ സമനിലയാണ് യോഗം. മനസ്സ് ഒരു തോട്ട്ലെസ് സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ്. ഇതെന്റെ കൈയാണ്, ഇതെന്റെ തലയാണ്, ഇത് ഞാൻ വെച്ചിരിക്കുന്ന കണ്ണടയാണെന്ന് എനിക്ക് പറയാം. കാരണം ഇതെല്ലാം ബാഹ്യ വസ്തുക്കളാണ്. ഇതെന്റെ മനസ്സാണ് എന്ന് നമുക്ക് എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് അനുഭവതലമാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ? പക്ഷെ ബ്രീത്തിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബ്രീത്ത് ഇല്ലേ? ബ്രീത്ത് ഉണ്ട്. കാരണം ബ്രീത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബ്രീത്തിൽ ഓക്സിജൻ തന്മാത്രകളുണ്ട്. ഈ ഓക്സിജൻ തന്മാത്രകളെ ഈ ബ്രീത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഓക്സിജൻ തന്മാത്രകൾ അതിൽ ഇല്ലേ? ഉണ്ട്. കാരണം ആ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അപ്പൊ നമ്മൾ കാണുന്നില്ല എന്ന് കരുതി അതില്ല എന്നല്ല അർത്ഥം. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് ഗോചരമല്ല എന്നുള്ളതാണ്. അപ്പൊ മനസ്സ് നമ്മൾ കാണുന്നില്ലെങ്കിലും മനസ്സുണ്ട്. മനസ്സാണ് ജീവിതത്തെ പോസിറ്റീവ് ആക്കുന്നത്, നെഗറ്റീവ് ആക്കുന്നത്. മനസ്സ് ദുഃഖത്തിലും മനസ്സ് ആകുല ചിന്തകളിലും നെഗറ്റീവിലും സദാ അഭിരമിച്ചു കഴിഞ്ഞാൽ ജീവിതം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പുക. മനസ്സ് പോസിറ്റീവാണോ ക്രിയേറ്റീവാണോ, ജീവിതം പോസിറ്റീവാണ് ക്രിയേറ്റീവാണ്. അപ്പൊ മനസ്സിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് പോയവർ, അല്ലെങ്കിൽ ഈ ലോകത്ത് വിജയിച്ചവർ, അല്ലെങ്കിൽ ലോകത്ത് പരാജയപ്പെട്ടവരെല്ലാം വിജയിച്ചവർ മനസ്സിനെ കീഴടക്കിയവരും മനസ്സിന് മേൽ ജയം നേടിയവരുമാണ്. പരാജയപ്പെട്ടവർ മനസ്സിന്റെ അലസതകളിൽ, മടിയിൽ, പരാജയത്തിന്റെയും മുഴുകിപ്പോയവരാണ്. അങ്ങനെ നശിച്ചവരാണ്. അപ്പൊ മനസ്സിനെ പോസിറ്റീവ് ആക്കണം, മനസ്സിനെ ക്രിയേറ്റീവ് ആക്കണം, ജീവിതത്തെ പോസിറ്റീവ് ആക്കണം, ക്രിയേറ്റീവ് ആക്കണം. അപ്പൊ എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ? ചിന്തകൾ ഉണ്ടാകും അല്ലെ? അനേക ചിന്തകൾ നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ചിന്തകളുടെ കട്ടി കൂടി വരുമ്പോൾ അത് എന്താകും? ആഗ്രഹങ്ങളായി പോകും. ചിന്തകൾ പലതാണ്. നിങ്ങൾ എറണാകുളം MG റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു, ഗന്ധമൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ചിന്ത വരികയാണ്, ഒരു ചായ കുടിച്ചേക്കാം അല്ലെ? പല വസ്തുക്കൾ ആ റോഡിലുണ്ട്. നമ്മളുടെ ചിന്ത എന്താ വന്നത്? അനേക ചിന്തകളുണ്ട്. പലതിനെയും പറ്റി, ബസ്സിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നമ്മളതിനെ നടക്കുമ്പോൾ മഹാരാജാസ് കോളേജിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ ബോട്ട് ജെട്ടിയിൽ നമ്മൾ കാണുന്നുണ്ട്. പല ദൃശ്യങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ പോകുന്നുണ്ട്, പല ശബ്ദങ്ങൾ പോകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിന് ഒരു ചിന്ത പ്രബലമായത്. ഒരു ചിന്ത വന്നു, അനേക ചിന്തകൾ വന്നു, ഒരു ചായ കുടിക്കാം എന്ന ചിന്ത വന്നു. ഈ ചിന്ത മനസ്സിൽ റിപ്പീറ്റ് ചെയ്യും, ചായ കുടിക്കാം. അതെന്തായി മാറും? ആഗ്രഹമായി മാറും. ചിന്തയുടെ ആ ഒരു പവർ കൂടി വരുമ്പോൾ അത് ആഗ്രഹമായി. ചായ കുടിക്കണം അല്ലെ? പിന്നെ അത് ഇമോഷനാകും. ചായ കുടിച്ചേ തീരും. നമ്മൾ അവിടെ റോഡിൽ നിർത്തി അവിടെ എവിടെയെങ്കിലും ഭാരത് കഫേലോ എവിടെയെങ്കിലും പോയി ഒരു ചായ നമ്മൾ കുടിച്ചു. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. ചിന്തകൾ ഉണ്ടാകുന്നു, ചിന്തകൾ ശക്തമാകുമ്പോൾ അത് ആഗ്രഹങ്ങളാകുന്നു, ആഗ്രഹങ്ങൾ ശക്തമാകുമ്പോൾ അത് കിട്ടിയേ തീരൂ എന്ന തലത്തിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഉണ്ടാകുന്നു. നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളിൽ നിന്നാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, ദേഷ്യം ഉണ്ടാകുന്നത് അല്ലെ? ജീവിതത്തില്
പരാജയപ്പെട്ടവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളോ നെഗറ്റീവ് വികാരങ്ങളോ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അതാണ് നമുക്ക് സ്വർഗം പണിയുന്നതും നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതും, നമുക്ക് നരകം പണിയുന്നതും പരാജയപ്പെടുത്തുന്നതും നമ്മുടെ മൈൻഡാണ്. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അതീന്ദ്രിയ ജ്ഞാനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ ഒരു തലത്തെയാണ് നമ്മൾ 6ാം ഇന്ദ്രിയം അല്ലെങ്കിൽ 6th സെൻസ് എന്ന് പറയുന്നത്. ഇതിന് അനേക തരത്തിലുള്ള പേരുകളുണ്ട്. ഇപ്പൊ ഇൻഡ്യൂഷൻ എന്നൊരു പേര് അതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ESP എന്നൊരു പേര് അതിനുണ്ട്. ഉൾവിളി അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്നൊരു പേര് അതിനുണ്ട്. അതായത് നമ്മളുടെ അന്ധകരണം എന്ന് പറയുന്നത്, നമ്മൾ പണ്ടൊക്കെ തെറ്റ് ചെയ്യാൻ നേരത്തെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, ചെയ്യരുത് മോനെ, നിനക്ക് പ്രശ്നം ഉണ്ടാകും. അന്ധകരണത്തിന്റെ ശബ്ദം എന്ന് പറയും. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അന്ധകരണം, നീ ചെയ്തത് തെറ്റാണ്. പക്ഷെ നമ്മൾ അന്ധകരണത്തിന്റെ വോയിസിനെ, ഉൾവിളിയെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഈ ഉൾവിളി ഈ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ഇന്ദ്രിയാതീതമായ ഒരു തലത്തിന്റെ പ്രകടനമാണെന്നാണ് പറയുക. ഈ അതീന്ദ്രിയം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത് അതീന്ദ്രിയമാണ്. ഇപ്പൊ സൂക്ഷ്മ ലോകങ്ങൾ, ദേവതകൾ, യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, ഇവരൊക്കെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വായുവിനെ നമ്മൾ കാണുന്നില്ല, അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഓക്സിജൻ തന്മാത്രയെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഓക്സിജൻ തന്മാത്ര നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. ഈ സ്ഥൂല ലോകം മാത്രമാണ് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. സൂക്ഷ്മത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ആ സൂക്ഷ്മത്തെ കാണിച്ചു തരുന്നത് എന്തോ അത് അതീന്ദ്രിയമാണ്. നിങ്ങൾക്കൊരു ദേവതാ ദർശനം ഉണ്ടായി, അത് അതീന്ദ്രിയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിന്റെ ദർശനം ഉണ്ടായി, അത് അതീന്ദ്രിയമാണ്. നിങ്ങൾ മറ്റു ലോകങ്ങളിലുള്ള ആൾക്കാരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെ? ടെലിപ്പതിക്കുന്നോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് അതീന്ദ്രിയം. ഈ ഭൂമിയുടെ ഭൗമമണ്ഡലത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറമായി സൂക്ഷ്മമണ്ഡലത്തിന്റെ തലങ്ങളുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം അതീന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായത്, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായത്, ഇതൊക്കെ അതീന്ദ്രിയത്തിന്റെ അർത്ഥങ്ങളാണ്. അദൃശ്യവും അവ്യക്തവും തെളിവ് കൊടുക്കാൻ പറ്റാത്തതുമായ ഒരു ഇന്ദ്രിയം അദൃശ്യമാണത്, അവ്യക്തമാണത്. ഇതാണ് എന്റെ 6ാം ഇന്ദ്രിയം എന്നും പറഞ്ഞ് കൈപോലെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതിനാണ്. വായു ഉണ്ട്. വായുവിനെ നമ്മൾ കാണുന്നില്ല. വായുവിൽ ഓക്സിജൻ തന്മാത്രയുണ്ട്. ഓക്സിജൻ തന്മാത്രയെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതില്ലേ? അതുണ്ട്. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും പറയാനുള്ള ഉദാഹരണം, നിങ്ങളും ഞാനും ഇരുന്നിപ്പോ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന നമ്മളുടെ മുഖത്തിനും ഈ ക്യാമറ കണ്ണിനും, മൊബൈൽ ഫോണിന്റെ ക്യാമറ കണ്ണിനും ഇടയിൽ വളരെ വലിയൊരു അന്തരീക്ഷമുണ്ട്, അല്ലെ? അതിൽ അനേകം സൂക്ഷ്മജീവികളുണ്ട്, വായുഗണങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ വലിയൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുക, അപ്പൊ എന്ത് പറ്റും? ഇവിടെ വലിയൊരു ലോകം, സൂക്ഷ്മ അണുക്കളുടെ ഒരു ലോകം നമുക്ക് ദൃശ്യമാകും. അപ്പൊ നമ്മൾ കണ്ടില്ല എന്ന് കരുതിയില്ല എന്നല്ല, നമ്മളുടെ കാഴ്ചയുടെ പരിമിതിയാണ്. മാനത്ത് പറക്കുന്ന ഒരു ചെമ്പരുന്തിന് ഇങ്ങ് ഭൂമിയില് ഒരു മരത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ കൃത്യമായിട്ട് കാണാനുള്ള കാഴ്ചശേഷിയുണ്ട്. ഒരു മൂങ്ങയ്ക്ക് അല്ലെങ്കിൽ ഒരു നത്തിന് രാത്രി കാഴ്ചശേഷിയുണ്ട്. ഒരു നായ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഉറുമ്പിന് മനുഷ്യനേക്കാൾ കൂടുതൽ ഘ്രാണശേഷിയുണ്ട്. അപ്പൊ മനുഷ്യനാണ് ടോപ്പ് എന്ന് പറയുമ്പോൾ പല ജീവജാലങ്ങൾക്കും നമ്മളെക്കാൾ കൂടുതൽ ഇന്ദ്രിയക്ഷമതയുള്ളവരാണ്. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയാണ്. അതാണ് ഈ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ളവനാകാൻ. കരുത്തെന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വലി കരുത്ത്. ഇപ്പൊ ശാരീരികമായി നമ്മൾ പുലിയുമായിട്ടൊക്കെ പോയി നമ്മൾ ഗുസ്തി പിടിച്ച പുലി വലിച്ചു കീട്ടും നമ്മളെ നാലാക്കി ഇടും, അല്ലേ? പക്ഷെ ആ പുലിയെ പോലും പിടിക്കുന്നതിനുള്ള കെണികൾ നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയാണ് അവന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കഴിവാണ് അതീന്ദ്രിയ ജ്ഞാനം. അദൃശ്യവും അവ്യക്തവും തെളിവ് കൊടുക്കാൻ പറ്റാത്തതുമായ ഒരു തലമാണ്. ഓക്കെ, നമ്മൾ ഇനി അതീന്ദ്രിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ പ്രധാന പോയിന്റിലേക്ക് വരാം. ഇത് ഒരുപാട് ചർച്ച ചെയ്യാൻ സമയമില്ല. നമുക്ക് എങ്ങനെയാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? ESP എങ്ങനെ ഉണ്ടാക്കാം? അല്ലെങ്കിൽ ദൂരദൃശ്യത്തെ എങ്ങനെ കാണാം? ദൂരെയുള്ള വസ്തുക്കളെ എങ്ങനെ ശ്രവിക്കാം? ഇല്ലെങ്കിൽ നമുക്കപ്പുറമായ ദേവതകളെ, സൂക്ഷ്മ ലോകങ്ങളെ, ഋഷിമണ്ഡലത്തെ, അല്ലെ അനേക ലോകങ്ങളെ പറ്റി പറയാറുണ്ട്. സ്ഥൂല ലോകം, ഫിസിക്കൽ വേൾഡ്, സൂക്ഷ്മ ലോകം, ആസ്ട്രൽ വേൾഡ്, ഇതിനപ്പുറമായ മറ്റൊരു ലോകം, കാരണ ലോകം എന്ന് നമ്മൾ പറയും. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആ പുസ്തകം. എന്താണ് ഇതിന്റെ പേരെന്നറിയാം? ഞാൻ ഏറ്റവും തവണ വായിച്ചിട്ടുള്ളതും ഇപ്പോഴും വായിക്കുന്ന പുസ്തകമാണ് ശ്രീ പരമഹംസ യോഗാനന്ദൻ എഴുതിയ ഒരു യോഗിയുടെ ആത്മകഥ.
നിങ്ങൾ അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റി അറിയാൻ, അല്ലെങ്കിൽ മഹാഗുരുക്കന്മാരെ പറ്റി അറിയാൻ, ഈ ഭൂലോകത്തിനും അപ്പുറമായ പല ലോകങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ ഈ പുസ്തകം എടുത്തത് പൊതുവെ കോമൺ ആണ്. യോഗയും തന്ത്രയും ആധ്യാത്മിക വിഷയങ്ങളും ഒക്കെ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയത് പരമപൂജനീയ ഗുരുദേവ് ശ്രീ പരമഹംസ യോഗാനന്ദൻ ആണ്. പരമഹംസ യോഗാനന്ദ ഭാരതത്തിലെ ഒരു മഹാനായ അതിമഹാനായ യോഗി, ക്രിയായോഗത്തെ പഠിപ്പിച്ച മഹായോഗി. ഇതിലൊരു അധ്യായമുണ്ട്. അതായത് ഇതിന്റെ അധ്യായത്തിന്റെ പേര് എന്റെ മാതാപിതാക്കളും ബാല്യവും എന്നുള്ളതാണ്. ഞാൻ ഈ അധ്യായം എടുക്കാനുള്ള ഒരു കാരണം, ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗാനന്ദൻ പറയുന്നുണ്ട്. യോഗാനന്ദൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ മഹാഗുരു, അതായത് മഹാവതാർ ബാബാജി എന്ന മഹാഗുരുവിന്റെ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളായി, നമുക്കറിയില്ല. ആ മഹാഗുരു ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. മഹാവതാർ ബാബാജി, അദ്ദേഹത്തിന്റെ ക്രിയാ ബാബാജി, ശിവബാബ, ത്രയംബക ബാബ, മഹാമുനി ബാബാജി എന്നൊക്കെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ലാഹിരി മഹാശയ എന്ന് വിളിക്കുന്ന മറ്റൊരു മഹായോഗി. ആ ലാഹിരി മഹാശയന്റെ ശിഷ്യരായിരുന്നു യോഗാനന്ദയുടെ അമ്മയും അച്ഛനും. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ തന്നെ യോഗാനന്ദൻ ജനിച്ചതിന് ശേഷം ചെറുപ്പത്തിലെ തന്നെ അമ്മ ഉപാസന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ ഒരിക്കലേ ഈ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? രാവിലെ ചായ കുടിക്കും, പല്ല് തേക്കും, അല്ലെ? നമ്മൾ ജോലിക്ക് പോകും. നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഉപാസന എന്ന് പറയുന്ന ഒരു കാര്യം ഭാരതത്തിലുണ്ടായിരുന്നു. സരസ്വതി യാമത്തെ അത് രാവിലെ എഴുന്നേറ്റ് ഉപാസനകൾ ചെയ്യും. അതീന്ദ്രിയജ്ഞാനം ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. ഉപാസന, ബ്രഹ്മ മുഹൂർത്തത്തിലെ ഉപാസനകൾ, പ്രാണായാമം, മന്ത്രജപം, ധ്യാനം, പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാൽ അതീന്ദ്രിയമായ ജ്ഞാനം നമുക്കുണ്ടാകും. ഞാൻ പറയുന്നത് ഈ പരമഹംസ യോഗാനന്ദൻ അതിരാവിലെ എഴുന്നേറ്റ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ധ്യാനിക്കാനിരിക്കുകയാണ് കുട്ടിയായിരുന്നപ്പോ. അപ്പൊ ഇദ്ദേഹം ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു. രാമാനുജൻ ചോദിച്ച പോലെ ഈ തിയറി ഞാൻ എങ്ങനെ കണ്ടെത്തും? ഐസക് ന്യൂട്ടൻ ചിന്തിച്ചതുപോലെ, അല്ലെ, എന്റെ തലയിൽ ആപ്പിൾ വീണു, ഇതെന്താ മുകളിലേക്ക് പോവാഞ്ഞത്? എഡിസൺ ചിന്തിച്ചതുപോലെ ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശം എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ അതീന്ദ്രിയ തലം ഉണർന്നപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റിയത്. ഇപ്പൊ യോഗാനന്ദൻ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? അടഞ്ഞ എന്റെ കണ്ണുകൾക്കുള്ളിലെ ഇരുട്ടിന് പിന്നിൽ എന്താണ്? നമ്മളും കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്നത്. നമുക്ക് ഈ ഫിസിക്കൽ ബോഡിയായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. നമുക്ക് ആസ്ട്രൽ ബോഡി ഉണ്ടെന്നോ ആസ്ട്രൽ തലങ്ങളുമായിട്ട് കണക്ട് ചെയ്യാമെന്നോ അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ തിന്നുക, കുടിക്കുക, രമിക്കുക, മരിച്ചു പോകുക, സാധാരണ ജീവജാലങ്ങളെ പോലെ പോകേണ്ട ഒരാളല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അവന് സൂക്ഷ്മമായ കുണ്ഡലിനി ശക്തിയും അതിലെ ഷഡാധാര ചക്രങ്ങളും അതിശക്തമായ പ്രാണബലവും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മഹാശക്തിയോടുകൂടിയാണ് നമ്മൾ മനുഷ്യര് ജനിച്ചത്. മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജനിച്ചതെന്ന് പറയും. അപ്പൊ യോഗാനന്ദൻ ഒരിക്കൽ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ചിന്തിച്ചു, അടഞ്ഞ കണ്ണുകളിലെ ഇരുട്ടിന് പിന്നിൽ എന്താണ്? അങ്ങനെ ഈ ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശക്തമായ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടാവുകയാണ്, ഒരു ദർശനം ഉള്ളിൽ ഉണ്ടാവുകയാണ്. അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത്, ബൃഹത്തായ ഒരു പ്രകാശ ധോരണി എന്റെ അന്തർനേത്രത്തിൽ പുരികക്കൊടികൾക്ക് മധ്യത്തിൽ പ്രത്യക്ഷമായി. പർവ്വത ഗുഹകളിൽ ഉപവിഷ്ടരായി ധ്യാനനിരതരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെ ദിവ്യ രൂപങ്ങൾ എന്റെ നെറ്റിത്തടത്തിൽ ജ്യോതിസിൽ വിശാലമായ തിരശീലയിൽ കൊച്ചു കൊച്ചു ചലച്ചിത്രം എന്നതുപോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചു, യോഗാനന്ദൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ ആ പ്രകാശങ്ങൾക്കുള്ളിലിരിക്കുന്ന ഋഷികൾ എന്ത് പറഞ്ഞു? മറുപടി പറഞ്ഞു, ഞങ്ങൾ ഹിമാലയത്തിലെ യോഗികളാണ്. ആ സ്വർഗീയ പ്രതികരണം വർണ്ണിക്കുക കഠിനമാണ്. എന്റെ ഹൃദയം ഹർഷപുളകിതമായി. പരമഹംസ യോഗാനന്ദൻ എഴുതുകയാണ് അദ്ദേഹത്തിന്റെ, എനിക്ക് ഹിമാലയത്തിൽ പോകാനും നിങ്ങളെ പോലെ ആകാനും കൊതിയാകുന്നു. എന്താണ് യോഗാനന്ദൻ പറഞ്ഞത്? എനിക്ക് ഹിമാലയത്തിൽ പോകണം, എനിക്ക് നിങ്ങളെപ്പോലെ മഹായോഗികളായിട്ട് മാറണം. അപ്പം ഇത് യോഗാനന്ദയുടെ ആദ്യ ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പലർക്കും, ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസ് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു ഡിവൈൻ എനർജി ഉണ്ട്. നമ്മൾ പറയും ശിവൻ, അല്ലെ? ഓരോ സർവഭൂതാന്തരാത്മാ ശിവ എന്ന് ശൈവാഗമ സിദ്ധാന്തം പറയും. ഓരോ ജീവജാലങ്ങളിലും, അല്ലെ, പൂവിലും പുഴുവിലും നായിലും നരിയിലും എന്നിലും നിന്നുവിലും അണുവിലും പരമാണുവിലും ഉള്ളതെല്ലാം
ശിവമയമാണ്. അതാണ് ഭാരതത്തിന്റെ തത്വചിന്തകൾ, ഫിലോസഫി നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകത്തിലെ പുൽക്കൊടി മുതൽ ഈ ബൃഹത്തായ പ്രപഞ്ചത്തിലെ സർവ്വതിനും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, എല്ലാത്തിലും ഈശ്വരാംശം കാണുന്ന ഒരു നാടാണ്, ഒരു സംസ്കാരമാണ് ഭാരതം. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ അതിനെ ഒന്ന് ചുരുക്കാം. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ 6ാം ഇന്ദ്രിയത്തിന്റെ ഉണർച്ചയാണ് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടാകുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ സൂക്ഷ്മ ലോകങ്ങളെ പറ്റിയുള്ള, സൂക്ഷ്മ തലങ്ങളെ പറ്റിയുള്ള, സൂക്ഷ്മമായ അറിവിനെ പറ്റിയുള്ള അവബോധമാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് ഉണ്ടായിരുന്ന ധാരാളം പേരുടെ ഉദാഹരണ കഥകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? കൃത്യമായ ധ്യാനം ചെയ്താൽ, കൃത്യമായി പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിന് അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ഉപാസനയും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ അതീന്ദ്രിയമായ തലത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, പഞ്ചസാര കഴിക്കാത്ത ഒരാളോട് പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. എന്നതുപോലെ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ഈശ്വരനിൽ വിശ്വസിക്കാത്ത, ഭാരതത്തിന്റെ ആധ്യാത്മിക മേഖലകളായ തന്ത്രയോഗ വേദാന്ത സിദ്ധാന്തങ്ങൾ വിശ്വസിക്കാത്ത ഒരാളോട് ഈശ്വരനുണ്ട്, സൂക്ഷ്മലോകമുണ്ട്, സൂക്ഷ്മ ശരീരികളുണ്ട്, ESP ഉണ്ട്, അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അയാൾ നിരീശ്വരവാദിയോ നിങ്ങളെ വിമർശിക്കുന്ന ഒരു യുക്തിവാദിയോ അയാൾ ആയിട്ട് മാറും. കാരണം അയാൾ പഞ്ചസാര കഴിച്ചിട്ടില്ല. മറിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര വെളുത്ത മണലാണ്, അതിനൊന്നുമില്ല, അയാൾ കഴിക്കാൻ തയ്യാറല്ല. ഇതേ വ്യക്തി പഞ്ചസാര എടുത്ത് നാവിൽ വെച്ച് രുചിച്ചാൽ അയാൾ പറയും അനുഭവമായി, ഇത് വെള്ളാരം മണലല്ല, മധുരമുള്ള പഞ്ചസാരയാണ്. എന്നതുപോലെ അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കണം. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ആ അന്വേഷണ പാതയാണ് ഭാരതീയ സിദ്ധാന്തങ്ങളായിരിക്കുന്ന യോഗ, തന്ത്ര, വേദാന്ത ശാസ്ത്രങ്ങളിലുള്ളത്. അതിലൂടെ പോയ അനേകം യോഗിവര്യന്മാർ നമുക്ക് മുന്നിലുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ലോകപ്രശസ്തനായ പരമഹംസ യോഗാനന്ദൻ, അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം. അതിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്. അദ്ദേഹം സൂക്ഷ്മലോകമായ ഹിരണ്യലോകത്തെ പറ്റി പറയുന്നുണ്ട്. മരിച്ചുപോയ ശേഷം അദ്ദേഹത്തിന്റെ ഗുരു, സമാധിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഗുരു സ്വാമി ശ്രീ യുക്തേശ്വര ഗിരി പരമഹംസ യോഗാനന്ദന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. സൂക്ഷ്മ ലോകങ്ങളെ കുറിച്ച്, ദേവതകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. യോഗാനന്ദൻ ആസ്ട്രൽ ട്രാവലിംഗ് നടത്തിയിട്ടുണ്ട്. രാംഗോപാല മജുംദാറെ, പ്രണവാനന്ദനെ പോലെയുള്ള മഹായോഗികളെ കണ്ടിട്ടുണ്ട്. മഹാവതാർ ബാബാജിയെ ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ മിസ്റ്റിക്കായ അതീന്ദ്രിയതലമായിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും ഒരു യോഗിയുടെ ആത്മകഥ, പരമഹംസ യോഗാനന്ദൻ എഴുതിയ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു, അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, ആ മേഖലയില് പ്രവർത്തിക്കുന്ന ചിലരെ പറ്റി പറഞ്ഞു. ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം എന്താണ്? നിത്യ ഉപാസനയാണ്. യോഗയോ തന്ത്രയോ ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിനെ ശാന്തമാക്കി സമനിലമാക്കി അതിനെ ഒരു ഗാമ സ്റ്റേജിലേക്കൊക്കെ ബ്രെയിനെ നമുക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിനപ്പുറമായ പല കാഴ്ചകളും, പല കേൾവികളും, പല അറിവുകളും, പല ജ്ഞാനങ്ങളും നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. ഓക്കെ, നമുക്ക് അധികം ഇനി നീട്ടുന്നില്ല. ജസ്റ്റ് എന്നൊരു ഇൻട്രൊഡക്ഷൻ ഇട്ട് ഈ ക്ലാസ് സെഷൻസ് തീരുന്നില്ല. നമുക്കത് പിന്നീട് കൂടുതൽ എടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ചോദിക്കാം. എനി ഡൗട്ട് ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, 10 മണിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. 10:15 ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? മനസ്സിലായി ആചാര്യ. ഇതുപോലത്തെ ക്ലാസ് നമുക്ക് ഇരിക്കാം. നമ്മളിനി ശിവജ്ഞാന വേദിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇരിക്കാം, തീർച്ചയായിട്ടും ഇരിക്കാം. എന്തെങ്കിലും ഡൗട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 10 വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ശിവജ്ഞാന വേദിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇത് ആരംഭിക്കുന്നുണ്ട്. ഒരു ചോദ്യോത്തര വേദി എന്നും പറഞ്ഞ് ശിവജ്ഞാന വേദിയിൽ അടുത്ത ആഴ്ച മുതൽ വരും. അപ്പൊ നിങ്ങൾക്ക് യോഗത്തെക്കുറിച്ചോ തന്ത്രത്തെക്കുറിച്ചോ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ ആ ഒരു നമ്പർ തരും, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ പറയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. പിന്നെ വിഷയങ്ങളുമായി രാമായണം, മഹാഭാരതം, ഗീത, തിരുക്കുറല്, ഇങ്ങനെയുള്ള വിഷ്ണുസഹസ്രനാമം, ശിവസഹസ്രനാമം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ അതാതിന്റെ ടീച്ചർമാരോട് ചോദിക്കും. ശിവജ്ഞാന വേദിയിൽ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പഠിക്കുക, മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുക. ഒരു സനാതനധർമ്മ വിശ്വാസി ചെയ്യേണ്ട 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 1, അനുഷ്ഠാനം. ധർമ്മം സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ നിത്യവും ഉപാസന ചെയ്യണം. ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം നശ്വരങ്ങളാണ്. നമ്മളുടെ ഈ ശരീരം നശ്വരമാണ്. ഈ ഇട്ട വസ്ത്രമില്ലാതെ നമുക്കൊരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരും. പ്രിയപ്പെട്ട ശരീരത്തെ ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വരും എന്ന് കരുതി ഇപ്പോഴേ സന്യാസിയാകണമെന്നല്ല.
നമ്മൾ പറയാറുള്ളത് ശാന്തിയോടെ, സന്തോഷത്തോടെ, ഊർജ്ജസ്വലതയോടെ, ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ, ആരോഗ്യത്തോടെ, വേദത്തിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്, വേദത്തിലെ പ്രാർത്ഥനയാണ്. അതേപോലെ എല്ലാ വിധത്തിലുള്ള ആത്മജ്ഞാനത്തോടും കൂടി ജീവിച്ച് മരിക്കുക. അപ്പൊ മരണാനന്തര ജീവിതവും അല്ലെ, നമ്മള് ഇഹപരലോകങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നവരാണ്, കർമ്മ നിയമങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അടുക്കും ചിട്ടയും നിഷ്ഠയും ഉള്ള ഒരു ജീവിതം, അനുഷ്ഠാനം നമുക്ക് വേണം. യോഗയോ തന്ത്രയോ ഒക്കെ പഠിച്ച് പ്രാണായാമം മന്ത്രജപം ഒക്കെ ചെയ്യുക. നമ്മളുടെ കുണ്ഡലിനിക്രിയൊക്കെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതൊക്കെ പഠിക്കുക. പിന്നെ അനുഷ്ഠാനം, പ്രചരണം, ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. എന്റെ ഗുരു എനിക്കിത് തന്നില്ലായിരുന്നെങ്കിൽ ഈ മെഡിറ്റേഷൻ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അപ്പൊ എന്നതുപോലെ നമ്മള് ശിവജ്ഞാന വേദിയിൽ ഉൾപ്പെടെ ഇടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും താല്പര്യമുള്ളവരിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുക. സംരക്ഷണം എന്ന് പറഞ്ഞാൽ കലർപ്പുകളില്ലാതെ ഇതിനെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പൊ കൂടുതലും നീട്ടുന്നില്ല. എന്തായാലും സന്തോഷം, ഇത്രയും ആൾക്കാർ 140ഓളം പേര് ഈ വൈകിയ വേളയിലും നമ്മളുടെ സെഷനിൽ പങ്കെടുത്തു. അപ്പൊ സന്തോഷം. ഇടയ്ക്ക് നമുക്കിരിക്കാം. മഹാദേവനും ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ. നമസ്തേ. നമസ്തേ നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി.